ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാലിയായിട്ടുള്ള ഒരു പൗഡർ ബോട്ടിലോണ്ടുള്ള ഒരു കിടിലൻ ഐഡിയ ആണ് കാണിക്കുന്നത്. ഒരു പപ്പടക്കൊള്ളി ചൂടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഷി കഴിഞ്ഞ പാൻ ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് കയറ്റി കൊടുക്കണം. പാനയുടെ അടപ്പ് അഴിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ കയറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു അടപ്പ് ഞാൻ ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ പേനയും പെൻസിലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അടപ്പ് അഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് വെയിറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കല്ലല്ലാന്നുണ്ടെങ്കിൽ സിമൻറ്റ് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഒരു വെയിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കല്ലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് നിറച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ രണ്ടടപ്പും വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫെവിക്കോളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഇതുപോലെ ഇങ്ങനെ 3-4 ലെയറൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് കിട്ടുമെന്ന് കരുതി. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു രീതിയിലേക്ക് ഇത് കിട്ടിയില്ല കേട്ടോ. ഇതുപോലെ ഞാൻ 2 ലെയർ ഒട്ടിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്ത് നോക്കി. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു രീതിയിലേക്ക് കിട്ടിയില്ല. ഇതുപോലെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും കൊടുക്കുക കേട്ടോ. ഈ ഒരു പേന കുത്തി കൊടുത്തിട്ടുള്ള ആ ഒരു ജോയിൻറ്റിലൊക്കെ നന്നായിട്ട് കൊടുക്കുക. എന്നാൽ അത് ഒരിക്കലും അത് ഇളകി പോരൂല. ഇതെല്ലാ ഭാഗത്തും കൊടുത്ത ശേഷം ഒന്ന് ഉണക്കിയെടുത്ത ശേഷം വീണ്ടും ഒരു കോട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കോട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇത് ഉണങ്ങിയ ശേഷം ചില ഭാഗത്തൊന്നും ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ വീണ്ടും ഒരു കോട്ട് കൂടെ കൊടുത്തതാണ്. അങ്ങനെ ഞാനിവിടെ 2 കോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ പകുതി കൊടുത്ത ശേഷമാണ് എനിക്ക് തോന്നിയത് ഇതിന് ബ്രൗൺ കൊടുത്താൽ മതിയായിരുന്നു, എന്നാലൊരു വുഡിൻ്റെ ഒരു ഷേപ്പിലൊക്കെ കിട്ടുമെന്ന് തോന്നി. പക്ഷേ ഞാനിവിടെ ബ്ലാക്ക് കൊടുത്ത് പകുതി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുകളിൽ വൈറ്റ് സിമെൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ വളയൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.